നല്ല തിരക്കായിരുന്നു. എന്റെ ഹർഷേ, ഇന്നലെ രാത്രി ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ കള്ളിയാവാതെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ അയാളുടെ ബാഗിൽ നിന്ന് പണം എടുക്കുന്നത് ഇന്ദ്രൻ കൈയോടെ എന്നെ പിടിച്ചേനെ. ഓ, അതെങ്ങനെയാ ആന്റി? ആ ബാഗില് കാശുള്ള കാര്യം ഇന്ദ്രനല്ലേ അറിയൂ? ആന്റിക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംശയം ഇന്ദ്രന് വരാൻ സാധ്യതയില്ലല്ലോ. എന്നാലും ഞാനത് എടുക്കുന്നത് അവൻ കണ്ടാൽ അത് അപകടമല്ലേ ഹർഷേ? അവനത് കണ്ണുകൊണ്ട് കാണുകയും ഞാനത് എടുത്തില്ലെന്ന് പറയുകയും കൂടി ചെയ്താ അവന്റെ മനസ്സിൽ എന്നും ഞാനൊരു കള്ളിയായി മാറില്ലേ? ഓ, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ സംഭവിച്ചില്ലല്ലോ ആന്റി. ആന്റി ഇനി ഇത് മനസ്സിൽ നിന്ന് വിട്ടുകട. പിന്നെ ഇന്ദ്രന്റെ സംശയം ഇനി അമ്മ എങ്ങാനും ആ ക്യാഷ് കണ്ടോ എന്നായിരിക്കും. അയാൾ ഇന്ദ്രനോട് പറഞ്ഞ 2 ലക്ഷം രൂപ അതിലുണ്ടല്ലോ ആന്റി. ഒരു പൊതി ഞാൻ ആ ബാഗിനകത്ത് കണ്ടു. അത് പണം തന്നെ ആയിരിക്കണം. ഓ, ഇനി എന്തായാലും എനിക്കതെടുത്തു മാറ്റാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു വഴി ആലോചിച്ചേ പറ്റൂ. അല്ല ആന്റി, അയാൾ കിടക്കുന്നത് സിറ്റ് ഔട്ടിലല്ലേ? ആ, ഒരു കള്ളന് വന്ന് മോഷ്ടിക്കാൻ എളുപ്പമല്ലേ? നമുക്കേ ഒരു കള്ളനെ അയക്കാം, അതുപോലെ എന്ന് പറയുന്നു. ഞാനും ഇപ്പത് ആലോചിച്ചതേ ഉള്ളൂ. കള്ളം വന്ന് മോഷ്ടിച്ചാൽ മാത്രം പോരാ, മോഷണം നടന്നതിന്റെ തെളിവ് കൂടി അവിടെ അവശേഷിക്കണം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ചെയ്യാം ആന്റി. പക്ഷേ ആന്റി ഒരു മുൻകരുതൽ എടുക്കണം, ഇല്ലെങ്കിൽ അപകടം. അയാളുടെ ജീവിതത്തില് ആകെയുള്ള സമ്പാദ്യമായിരിക്കും ആ 2 ലക്ഷം രൂപ. അതുകൊണ്ട് തന്നെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആയിരിക്കും അയാളുടെ മനസ്സ്. ഉറക്കത്തിൽ പോലും ഒരു കരുതൽ അയാൾക്കുണ്ടാവും. ഹർഷേ, ഒരു കള്ളൻ ആ ബാഗ് എടുത്തോണ്ട് പോകാൻ എത്ര സമയം വേണം? അയാൾ അഥവാ ഉണർന്നാൽ ഇടിച്ചു വീഴ്ത്തി പണം എടുത്തോണ്ട് പോകാൻ മിടുക്കുള്ളവനായിരിക്കണം കള്ളൻ. എന്റെ ആന്റി, മോഷണത്തിന്റെ കൂടെ അതും കൂടി കാണിക്കുന്ന റിസ്കാ. ഏതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം വന്നാ കാര്യങ്ങൾ കൈവിട്ടു പോവും. അതുകൊണ്ട് മോഷണം നടക്കുന്ന സമയത്ത് ശേഖരൻ ഒരു കാരണവശാൽ ഉണരരുത്. അയാള് ഗാഠമായ ഉറക്കത്തിലായിരിക്കണം. അല്ല, അതിപ്പോ അതിനൊക്കെ വഴിയുണ്ട് ആന്റി. ആന്റി ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്താ മതി. ആന്റി വാ, ഇത്തരം കാര്യങ്ങളൊന്നും അമ്പലത്തിന്റെ പരിസരത്ത് വെച്ച് നമുക്ക് പറയണ്ട. നമുക്കിനി പോയാലോ? പിന്നെ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് കാര്യം പറയാം. മെഡിക്കൽ സ്റ്റോറിൽ നിർത്തി ശേഖരന് ഉറക്കാനുള്ള മരുന്ന് വാങ്ങാം. ശരി ഹർഷേ, എല്ലാം നീ പറയുന്നത് പോലെ. എന്നാ കേറ് വാ. സ്കൂളിൽ പോ. കൈ കാണിക്ക്, ബാഗ് ഇട്. മോളെ വെള്ളം. ഞാൻ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും വാങ്ങിക്കണോ ബാനുമ്മേ? ഇപ്പൊ ഒന്നും വേണ്ടനോ, അത്യാവശ്യത്തിന് വേണ്ടതല്ല ഇവിടെ ഉണ്ട്. അച്ഛൻ കുളിച്ചു വന്നാലേ ബാനുമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണേ. അതിനുശേഷം മരുന്ന് കൊടുക്കാനുള്ളതാ, അത് ഞാൻ വന്നിട്ട് കൊടുത്തോളാം. ശരി മോളെ, ഞാനേ മാഷിനോട് കഴിക്കാൻ പറയാം. ചിലപ്പോ മോള് വന്നിട്ടേ അദ്ദേഹം കഴിക്കൂ. ശരി, ഞാനെന്തായാലേ മോനെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു വരാം. പോവാം. ടാറ്റ കൊടുക്ക. രഘു വന്നല്ലോ, ഇനി വിച്ചോടനെ അവൻ കൊണ്ടുവിട്ടോളൂ. അയ്യോ, ഇതെന്താ രഘുവേട്ടാ? അമ്പിളി ചേച്ചിക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? അതിന് ഡോക്ടർ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവളും കൂടി തയ്യാറാവണ്ടേ? അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് കണ്ടില്ലല്ലോ അനു. പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ റെസ്റ്റ്. അത് ശരിയാ, ഗർഭിണികൾക്ക് ശരീരത്തിന് വിശ്രമം കിട്ടിയാൽ മാത്രം പോരാ, മനസ്സിനും സുഖം വേണം. നീ ഇങ്ങു പോകുന്നത് നന്നായി മോളെ.